വെളിപാട് നമ്മോട് സംസാരിക്കുന്നത് ഗോഡ് ഹിംസെൽഫ് എൻറ്റേഴ്സ് ഇൻ ടു ദ തിയേറ്റർ ഓഫ് ഹിസ്റ്ററി ഇൻ ദ ഷേപ്പ് ഓഫ് എ മാൻ ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഈശോ മിശിഹായുടെ രൂപത്തിൽ ദൈവം ലോകത്തിലേക്ക് കൂടുതൽ സാന്നിധ്യത്തോടുകൂടി പ്രവേശിച്ചിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് വെളിപാട് ഗ്രന്ഥം മിശിഹായുടെ ചരിത്രമാണ്, ഈശോയുടെ ചരിത്രമാണ്. അവിടെ വെളിപ്പെടുത്തുന്നത് ഒരു ഡിവൈൻ ഡ്രാമയാണ്. ദൈവത്തെ എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിർത്തുകയാണ്. ഈശോയുടെ ചരിത്രമാണെന്ന അതേ കാരണം കൊണ്ട് തന്നെ സഭയുടെ ചരിത്രവുമാണ്. വെളിപാട് ഗ്രന്ഥം സഭയുടെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഗ്രന്ഥകർത്താവ് യോഹന്നാന് തടവിൽ പത്മോസിൽ താമസിക്കുന്ന കാലഘട്ടം, അദ്ദേഹം പ്രാർത്ഥിച്ച് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ എഴുതിയ ഗ്രന്ഥമാണ്. അതുമൂലം സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ നിമിഷങ്ങളാണ് ഈ വെളിപാട് ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ വെളിപാട് റെവലേഷൻ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാ കാലത്തെയും എല്ലാ ക്രൈസ്തവരെയും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ്. ഒരു പ്രത്യേക കാലത്തെ സഭാ പീഡനങ്ങൾ മാത്രമല്ല അവിടുത്തെ സംസാര വിഷയം. ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം, വാല്യൂ പെരേന്യലാണ്, എക്കാലത്തേക്കുമുള്ളതാണ്. അതിൻ്റെ സാഹിത്യശൈലി യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. അതിൻ്റെ വീക്ഷണം ദൈവോന്മുഖമാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്. വെളിപാട് പുസ്തകം കഴിഞ്ഞ കാലത്തെ ചരിത്രം മാത്രമല്ല, ഭാവിയെക്കുറിച്ചുള്ള ചരിത്രവുമല്ല, ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള ചരിത്രവും മാത്രമല്ല, ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണത് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ടു അസ് റൈറ്റ് നൗ. ഇവിടെ ഈ നിമിഷത്തിൽ നമ്മളോടത് സംസാരിക്കുകയാണ്. സഭയുള്ളിടത്തോളം കാലം ഈ വെളിപാടിന് വലിയ പ്രസക്തിയുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സഭയുടെ ഒരു പീഡന ചരിത്രം മാത്രമല്ല.